Hi students, welcome to Exanva USS classes. നമ്മൾ ഇന്ന് USS ക്ലാസ്സിലെ മാഗ്നറ്റിസം കാന്തികത എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. നമുക്കറിയാം നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കും അതിൻ്റെ കൂടെ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാറാണ് ചെയ്യാറ്. ഓക്കെ, കാന്തികത വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഇതിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പറ്റി അല്ലെങ്കിൽ കാന്തിക വലയങ്ങളെ പറ്റിയൊക്കെയാണ് പഠിക്കുന്നത്. അത് എവിടുന്ന് എങ്ങോട്ട് പോകുന്നു, ഓക്കെ, കാന്തത്തിൻ്റെ ശക്തി എവിടെയാണ് കൂടുതൽ, അതതിൻ്റെ പോൾസിലാണോ അല്ലെങ്കിൽ ഒരു അറ്റത്താണോ അല്ലെങ്കിൽ അതിന്റെ മിഡിലാണോ മധ്യഭാഗത്താണോ എന്നൊക്കെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. The magnetic lines of force that represent the magnetic field around a bar magnet originate from. ഒരു ബാർ കാന്തത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന കാന്തിക ബലരേഖകൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാം നമുക്ക് കാന്തിക ബലരേഖകളുണ്ട് ഒരു കാന്തത്തിന് ചുറ്റും. ഈ കാന്തിക ബലരേഖകളാണ് മാഗ്നറ്റിന് മാഗ്നറ്റിക് സ്ട്രെങ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ടാണ്. നോർത്ത് പോളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു, ഉത്ഭവിക്കുന്നു, സൗത്ത് പോളിലോട്ട് എത്തിച്ചേരുന്നു. ഓക്കെ, സോ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, കാന്തിക ബലരേഖകൾ സ്റ്റാർട്ട്സ് ഫ്രം നോർത്ത് പോൾ ആൻഡ് ഇറ്റ് എൻഡ്സ് അറ്റ് സൗത്ത് പോൾ. ഓക്കെ, ഇനി മാഗ്നറ്റിന്റെ സ്ട്രെങ്ത്തും നിങ്ങൾ അറിഞ്ഞിരിക്കുക. എവിടെയാണ് കൂടുതൽ കാന്തിക ബലരേഖകൾ ഉള്ളത് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉള്ളത്, അവിടെയായിരിക്കും കൂടുതൽ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത്. ഓക്കെ, ഇവിടെ കാന്തിക ബലരേഖകൾ അടുത്തടുത്തടുത്ത് നിൽക്കുന്ന എവിടെയാ? ഇവിടെ ഇതിന്റെ പോൾസിന്റെ അടുത്ത്. ഓക്കെ, അപ്പൊ അവിടെ ആയിരിക്കും മാഗ്നറ്റിന് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത്. ചിലപ്പോൾ നിങ്ങളുടെ യൂസേഴ്സിനെ ചോദിക്കാം, മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ചോദിക്കും മധ്യഭാഗത്താണോ അല്ലെങ്കിൽ പോൾ ഭാഗത്താണോ, ഓക്കെ, പോൾ ഭാഗത്താണോ കാന്തത്തിന്റെ ശക്തി ഏറ്റവും കൂടുതൽ ചോദിക്കും. കാന്തത്തിന്റെ ശക്തി ഏറ്റവും കൂടുതൽ ഉണ്ടാവുക കാന്തിക ബലരേഖകൾ അടുത്തടുത്തുള്ള സ്ഥലത്താണ്, അതായത് അതിന്റെ പോളിലാണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. കാന്തിക ബലരേഖകൾ എവിടുന്നാണ് ഉത്ഭവിക്കുന്നതാണ് ചോദ്യം. എനി ഓഫ് ദ പോൾസിലല്ല, സൗത്ത് പോളിലല്ല, നോർത്ത് പോളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒറിജിനേറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. ഓക്കെ, ഉത്ഭവിക്കുന്നത്. ഓക്കെ, ഇനി ഇറ്റ് എൻഡ്സ് അറ്റ് അല്ലെങ്കിൽ എവിടെയാണ് എത്തിച്ചേരുന്നതാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ അത് സൗത്ത് പോൾ, ദക്ഷിണ ധ്രുവമായിരിക്കും ആൻസർ വരാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിപ്പ് എ ബാർ മാഗ്നറ്റ് ഇൻടു ഹീപ്പ് ഓഫ് അയൺ ഫില്ലിങ്സ് ആൻഡ് raise the magnet, we can see that fillings are. ഒരു ബാർ മാഗ്നറ്റിൽ ധാരാളം ഇരുമ്പ് പൊടി വിതറിയ ശേഷം മാഗ്നറ്റ് ഉയർത്തി പരിശോധിച്ചാൽ ഇരുമ്പ് പൊടി എങ്ങനെയായിരിക്കും അതിന് ചുറ്റും ഉണ്ടാവുക എന്ന ചോദ്യം. ഞാൻ പറഞ്ഞു ഇരുമ്പ് പൊടി എന്താണ് അല്ലെങ്കിൽ അയൺ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. അതായത് മാഗ്നറ്റിനെ ഈ ഇരുമ്പിനെ ആകർഷിക്കാൻ കഴിയും, അട്രാക്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ നന്നായിട്ട് ആകർഷിക്കൽ എവിടെയാണ്? ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഉള്ള സ്ഥലം എവിടെയാണ്? ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഉള്ളത് അതിന്റെ പോൾസിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉള്ള എവിടെയാണോ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആകർഷിക്കല്. ഓക്കെ, സോ നമുക്ക് പറയാം ക്ലസ്റ്റേർഡ് അറ്റ് ദ ടു എൻഡ്സ്, രണ്ടറ്റങ്ങളും പറ്റിപ്പിടിച്ചിരിക്കുന്നത്. ക്ലസ്റ്റേർഡ് ഓവർ ദ സർഫസ് യൂണിഫോംലി, എല്ലായിടത്തും ഒരുപോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. ക്ലസ്റ്റേർഡ് അറ്റ് ദ മിഡിൽ, മധ്യഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നത്. ക്ലസ്റ്റേർഡ് ഓൺലി അറ്റ് ദ സൗത്ത് പോൾ, സൗത്ത് പോളിൽ മാത്രം പറ്റിപ്പിടിച്ചിരിക്കുന്നത്. എല്ലാ ഭാഗത്തും പറ്റിപ്പിടിക്കും, കാരണം എല്ലാ ഭാഗത്തും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പറ്റിപ്പിടിക്കുന്നത് പോളിലാണ് അല്ലെങ്കിൽ ധ്രുവങ്ങളിലാണ്. ക്ലസ്റ്റേർഡ് അറ്റ് ടു എൻഡ്സ്. ഓക്കെ, ഒരുപോലെയല്ല എല്ലായിടത്തും പറ്റിപ്പിടിച്ചിരിക്കുന്നത്. ഒരു രണ്ട് പോൾ ഇങ്ങനെ ക്ലസ്റ്റർ ചെയ്ത് നിൽക്കും. ഓക്കെ, ഇവിടെ എല്ലാം ചെറിയ ചെറിയ പറ്റിപ്പിടിക്കലുണ്ടാവും, പക്ഷെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഒരു കൂട്ടമായിട്ട് പറ്റിപ്പിടിച്ചിട്ടുണ്ടാവുക അതിന്റെ ധ്രുവങ്ങളിലായിരിക്കും, പോൾസിലായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, കാന്തിക ബലരേഖകൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ഫ്രം നോർത്ത് പോൾ ആൻഡ് ഇറ്റ് എൻഡ്സ് അറ്റ് സൗത്ത് പോൾ. ഓക്കെ, ഇറ്റ് ഒറിജിനേറ്റ് ഫ്രം നോർത്ത് പോൾ, ഇറ്റ് എൻഡ്സ് അറ്റ് സൗത്ത് പോൾ. ഇനി പോൾസിലാണ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക കമ്പയർഡ് ടു മിഡിൽ പാർട്ട്, കാരണം അവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അടുത്തടുത്തുള്ളത്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. Given below are different position of magnet that are attracted to each other. Which position has the strongest level of attraction? രണ്ട് കാന്തങ്ങൾ പരസ്പരം ആകർഷിച്ചു നിൽക്കുന്ന 4 ക്രമീകരണങ്ങൾ നൽകിയിരിക്കുന്നു. ശക്തമായ ആകർഷണം ഏത് ക്രമീകരണത്തിലാണ്? ഞാൻ പറഞ്ഞു ശക്തമായ ആകർഷണം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവല് എപ്പോഴാണ്? ഏറ്റവും കൂടുതൽ ഫീൽഡ് സ്ട്രെങ്ത് ഉണ്ടാവലാണ്, ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അടുത്തടുത്ത് ഉണ്ടാവലാണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഏറ്റവും അടുത്തടുത്ത് ഉണ്ടാവല് അതിന്റെ പോൾസിലാണ്. സോ പോൾസുകൾ തമ്മിൽ അട്രാക്ട് ചെയ്ത് നിൽക്കും മാക്സിമം. ഓക്കെ, ഇവിടെ അട്രാക്ഷൻ ഉണ്ടാവും, ഇവിടെ അട്രാക്ഷൻ ഉണ്ടാവും, കാരണം ഇവിടെ നോർത്തും ഇവിടെ സൗത്തും ആണ്. ഓക്കെ, സോ ഇവിടെ എല്ലാം അട്രാക്ഷൻ ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്ത് നിൽക്കല് സീലായിരിക്കും. ഓക്കെ, സീലായിരിക്കും, അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നോർത്തും അട്രാക്ട് ചെയ്യും, നോർത്തും റിപ്പൽ ചെയ്യും, നോർത്തും സൗത്തും അട്രാക്ട് ചെയ്യും. ഓക്കെ, സെയിം പോൾസ് റിപ്പൽ, ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട്സ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. അത് ക്വസ്റ്റ്യൻസിൽ വിട്ട് വരും. ഓക്കെ, നമ്മൾ ആ ക്വസ്റ്റ്യനോട് ഇവിടെ വരും. ഇനി
വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് മാഗ്നറ്റ്? കാന്തവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ദ മിഡിൽ പാർട്ട് ഓഫ് എ ബാർ മാഗ്നറ്റ് possess മോർ മാഗ്നറ്റിക് പവർ. ബാർ കാന്തത്തിന്റെ മധ്യഭാഗത്ത് കാന്തിക ശക്തി കൂടുതലാണ്. തെറ്റാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് പോൾസിലാണ് കൂടുതൽ, അല്ലെങ്കിൽ ധ്രുവങ്ങളിലാണ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതൽ. ദർ ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൌണ്ട് ഓൾ മാഗ്നറ്റ്സ്. ഏതൊരു കാന്തത്തിന് ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടായിരിക്കും. ഓക്കെ, സോ അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് വിൽ ഓൾവേസ് ബി നോർത്ത് സൗത്ത് ഡയറക്ഷൻ എന്നെല്ലാം നമുക്ക് അറിയുന്നതാണ്. ഫ്രീലി സസ്പെൻഡഡ് ചെയ്താൽ അത് നോർത്ത് സൗത്ത് ഡയറക്ഷൻ വരും. കാരണം എർത്തിന്റെ ഉള്ളിൽ ഒരു കാന്തമുള്ള പോലെയാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. സോ കാന്തത്തിന്റെ നോർത്തും എർത്തിന്റെ സൗത്തും അട്രാക്ട് ചെയ്യും, കാന്തത്തിന്റെ സൗത്തും എർത്തിന്റെ നോർത്തും അട്രാക്ട് ചെയ്യും. ഓക്കെ, സോ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട, നമുക്കറിയാം. ഓക്കെ, നമുക്ക് കോമ്പസ് ഒക്കെ അറിയുന്നതാണ്. ഓക്കെ, വടക്ക് നോക്കി യന്ത്രം. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഒരു കാന്തം ഉണ്ട്, അത് എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആണ് നിൽക്കുക എന്നെല്ലാം അറിയുന്നതാണ്. സെയിം മാഗ്നറ്റിക് പോൾസ് വിൽ റിപ്പൽ. ഇതും കറക്റ്റ് ആണ് അല്ലെ. കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കും. ഓക്കെ, സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കും, വിജാതീയ ധ്രുവങ്ങൾ അട്രാക്ട് ചെയ്യും. ഓക്കെ, സോ ഇൻകറക്റ്റ് ആയിരുന്നു ചോദിച്ചത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നമുക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് പരീക്ഷ കാണുന്നുണ്ടെങ്കിൽ എ ഓപ്ഷൻ കണ്ട് നിങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അത് കറപ്പിക്കാം. ഓക്കെ, ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വായിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, മിഡിൽ പാർട്ടിലല്ല, പോൾസിലാണ് ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഉള്ളത്. ഓക്കെ, സോ മുന്നേ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ് മാഗ്നറ്റിക് സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ? പോൾസിൽ. ഓക്കെ, പോൾസിൽ. ഇനി നോക്കി, ഇൻ വിച്ച് ഓഫ് ദ അറേഞ്ച്മെന്റ് ദ മാഗ്നറ്റ്സ് വിൽ ഓൾ ദ മാഗ്നറ്റ്സ് വിൽ അട്രാക്ട്. ഓക്കെ, 3 മാഗ്നറ്റ്സ് ഉണ്ട്. ഇതിൽ ഏത് അറേഞ്ച്മെന്റിലാണ് 3 മാഗ്നറ്റും പരസ്പരം അട്രാക്ട് ചെയ്ത് നിൽക്കുന്നത്? ഏത് അറേഞ്ച്മെന്റ് ആണെന്നാണ്. ഓക്കെ, നമുക്കറിയാം 2 ഓപ്പോസിറ്റ് ധ്രുവങ്ങളാണെന്നെങ്കിൽ നോർത്തും സൗത്തും അട്രാക്ട് ചെയ്യും, നോർത്തും അട്രാക്ട് ചെയ്യും, സോറി റിപ്പൽ ചെയ്യും, സൗത്തും റിപ്പൽ ചെയ്യും. ഓക്കെ, സോ ഓപ്പോസിറ്റ് പോൾസ് വേണം. നോർത്തും സൗത്തും ഇവിടെ അട്രാക്ഷൻ നടക്കും. ദിസ് ഈസ് ദ ആൻസർ. ഇനി നോർത്തും ഇവിടെ റിപ്പൽഷനാണ് നടക്കല്, ഇവിടെ റിപ്പൾഷനാണ് നടക്കല്. ഇവിടെ അട്രാക്ഷൻ നടക്കും, പക്ഷെ ഇവിടെ റിപ്പൾഷൻ നടക്കും. അത് നമുക്ക് പറ്റില്ല. ഓക്കെ, ഇവിടെ റിപ്പൾഷനാണ് നടക്കുക. ഇനി ഇവിടെ റിപ്പൾഷൻ, ഇവിടെ അട്രാക്ഷൻ. പക്ഷെ നമുക്ക് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന വേണം. അതായത് 3 മാഗ്നറ്റ്സ് പരസ്പരം അട്രാക്ട് ചെയ്യണം. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, സോ ഇവിടെ കാണിച്ചിട്ടുണ്ട് നോർത്തും സൗത്തും അട്രാക്ട് ചെയ്യും, നോർത്തും റിപ്പൽ ചെയ്യും, സൗത്തും റിപ്പൽ ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The following picture shows 3 magnets attracted each other. If the number 4 indicates the south pole, which are the north poles? Number 4 south pole ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പോൾസ് ഏതാണെന്നാണ് ചോദ്യം, അല്ലെങ്കിൽ ബാക്കിയുള്ള ധ്രുവങ്ങൾ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, നമ്പർ 4 ദക്ഷിണ ധ്രുവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഓപ്പോസിറ്റ് പോൾസ് ആണ് അട്രാക്ട് ചെയ്യുക. സോ ഇവിടെ എല്ലാവരും അട്രാക്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇത് സൗത്ത് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അട്രാക്ട് ചെയ്ത് നിൽക്കണം. സോ ദിസ് ഈസ് നോർത്ത്. സോ ഇതൊരു ബാർ മാഗ്നറ്റ് ആണ്. ഇവിടെ നോർത്ത് ആണെങ്കിൽ ഇവിടെ സൗത്ത് ആണ്. അതുപോലെ ഇതൊരു ബാർ മാഗ്നറ്റ് ആണ്. ഇവിടെ സൗത്ത് ആണെങ്കിൽ ഇത് നോർത്ത് ആണ്. ഇവിടെ അട്രാക്ട് ചെയ്ത് നിൽക്കുന്നു. സോ ഇത് നോർത്ത് ആണെങ്കിൽ ഇത് സൗത്ത് ആണ്. ഇതൊരു ബാർ മാഗ്നറ്റ് ആണ്. ഇതിന്റെ ഇവിടെ സൗത്ത് ആണെങ്കിൽ ഇത് നോർത്ത് ആണ്. ഈസി ക്വസ്റ്റ്യൻ. നമ്മൾ ഒന്ന് ഫിൽ ചെയ്താൽ ബാക്കിയെല്ലാം താനങ്ങ് പോരും. ഓക്കെ, സോ ഓപ്ഷൻ ഏതാ? വിച്ച് ആർ ദ നോർത്ത് പോൾസ് എന്നാ ചോദ്യം. ഉത്തര ധ്രുവങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. 1A 3A 5A. 1 3A 5A. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. എ മാഗ്നറ്റിക് നീഡിൽ ഗോട്ട് ബ്രോക്കൺ ഇൻ ദ മിഡിൽ. ദ piece which has the original north pole of the needle at one end will have. ഒരു കാന്ത സൂചി മധ്യഭാഗത്ത് വെച്ച് ഒടിഞ്ഞുപോയി. നേരത്തെ ഉത്തര ധ്രുവമായിരുന്ന അറ്റം ഉൾക്കൊള്ളുന്ന കഷ്ണത്തിന്റെ മറ്റേ അറ്റം എന്താണെന്നാണ് ചോദ്യം. അല്ലെങ്കിൽ നോർത്ത് പോൾ അറ്റ് ഓദർ, സൗത്ത് പോൾ അറ്റ് ഓദർ. ഓക്കെ, നിങ്ങളേക്കിൽ ഒരു മാഗ്നറ്റ് ഉണ്ട്. ഓക്കെ, ഇതൊരു ബാർ മാഗ്നറ്റ് അല്ല. അത് എന്താണ് ചോദിച്ചിട്ടുള്ളത്? നീഡിലാണ്. വാട്ട് എവർ ആയിക്കോട്ടെ, നീഡിലാണെന്നുണ്ടെങ്കിൽ അതിനൊരു സൗത്ത് പോൾ ഉണ്ട്, നോർത്ത് പോൾ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തേ? മിഡിൽ ബ്രോക്ക് ചെയ്തേ, മിഡിൽ ഇങ്ങനെ മുറിച്ച്. ഓക്കെ, ഇനിയോ ദ പീസ് വിച്ച് ഹാസ് ദ ഒറിജിനൽ നോർത്ത്. അതായത് ഇവിടെ നോർത്ത് ആണെന്നുണ്ടെങ്കിൽ ഇത് മുറിച്ചതിന് ശേഷം ഇത് എന്തായിട്ട് മാറും? 2 ഡിഫറെന്റ് മാഗ്നറ്റ്സ് ആയിട്ട് മാറും. ഈ കാര്യം നമുക്കറിയുന്നതാണ്. ഓക്കെ, സോ ഇവിടെ നോർത്ത് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സൗത്ത് ആയിരിക്കും, ഇവിടെ സൗത്ത് ആയിരുന്നു, സോ ഇവിടെ നോർത്ത് ആയിരിക്കും. പഴയ ധ്രുവങ്ങൾ മാറാൻ പോകുന്നില്ല. ഓക്കെ, ഇവിടെ മുറിച്ചാൽ നടുവിലെ ഇവിടെ എന്തായാലും ഉണ്ടായിരുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് അവിടെ ജനറേറ്റ് ചെയ്യും. ഓക്കെ, സോ നോർത്ത് പോൾ അറ്റ് അതർ അല്ല, സൗത്ത് പോൾ അറ്റ് അതർ. മറ്റേ അറ്റം ഓപ്ഷൻ ബി, മറ്റേ അറ്റം സൗത്ത് പോൾ. ഓക്കെ, ദക്ഷിണ ധ്രുവമായിരിക്കും. ഓക്കെ, ഇവിടെ ബി ആണ്, ഇവിടെ എ ആണ്. അത് മാറിപ്പോയതാണ്. ഓക്കെ, സോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒറിജിനൽ നോർത്ത് പോൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതർ എൻഡ് എന്തായിരിക്കും? സൗത്ത് പോൾ ആയിരിക്കും. ഒറിജിനൽ നോർത്ത് പോള്, അതർ എൻഡ് സൗത്ത്. ഓക്കെ, മറ്റേ അറ്റം ദക്ഷിണ ധ്രുവമായിരിക്കും. ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്കൊരു നീഡിലുണ്ട്, നമ്മൾ അതിനെ ബ്രോക്ക് ചെയ്തപ്പോൾ എത്ര? 2 മാഗ്നറ്റ് ആയി, 2 ഡിഫറെന്റ് ചെറിയ മാഗ്നറ്റ്സ് ആയി. അതിന് 2 ഡിഫറൻസ് നോർത്തും സൗത്തും ഉണ്ടായി. നേരത്തെ ഉണ്ടായിരുന്ന നോർത്ത് ഇവിടെ തന്നെ ഉണ്ട്, നേരത്തെ ഉണ്ടായിരുന്ന സൗത്ത് ഇവിടെ തന്നെ ഉണ്ട്. പുതിയതായിട്ട് ഓപ്പോസിറ്റ് പോൾസ് വരും. ഇനി ഇവിടെ നമ്മൾ പിന്നെ മുറിച്ചു വെച്ചോ. അപ്പൊ മുറിച്ചപ്പോൾ എത്ര ആളുണ്ടായി? അപ്പൊ വീണ്ടും 2 മാഗ്നറ്റ്സ് ആയി. ഇവര് വീണ്ടും 2 മാഗ്നറ്റ്സ് ആയി. ടോട്ടൽ നേരത്തെ ഒറ്റ മാഗ്നറ്റ് ആയിരുന്ന ആള്
അപ്പോൾ ടോട്ടൽ നമുക്ക് 4 മാഗ്നറ്റ്സ് ആയി. ഓക്കെ, 4 മാഗ്നറ്റ്സ് ആയി. ടോട്ടൽ 8 പോൾസ് ഉണ്ടായി. 4 നോർത്ത് പോളും 4 സൗത്ത് പോളും. ഓക്കെ, നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം ഒരു മാഗ്നറ്റിനെ നിങ്ങളെ ഒരു 5 പീസ് ആക്കി, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എത്ര ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് എത്രയുണ്ട്, എത്ര ധ്രുവങ്ങൾ ഉണ്ടെന്ന് ചോദിക്കും. ഓക്കെ, ഒരു മാഗ്നറ്റിനെ 5 മാഗ്നറ്റ് ആക്കിയാൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് 10 ഉണ്ടാവും. ഓക്കെ, 5 നോർത്ത് പോളും 5 സൗത്ത് പോളും. ഓക്കെ, ഒരിക്കലും നമുക്ക് ഒരു മാഗ്നറ്റിന്റെ നോർത്ത് മാത്രം എടുക്കാൻ പറ്റില്ല. ഇവിടെ നോർത്തും ഇവിടെ സൗത്തും വിചാരിച്ചോ, നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് നോർത്ത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഈ അറ്റെങ്കിലും മുറിച്ചിട്ട് ആക്കിയാൽ, ഒരു ചെറിയ മാഗ്നറ്റ് ആക്കിയാൽ ഇതിനും ഇവിടെ ഒരു നോർത്തും ഇവിടെ ഒരു സൗത്തും ഉണ്ടാവും. ഓക്കെ, മാഗ്നറ്റിക് മോണോപോൾസ് നെവർ എക്സിസ്റ്റ്. അതായത് നമുക്ക് ഒരു നോർത്ത് മാത്രം ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ വലിയ ക്ലാസ്സിലൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കും. ഓക്കെ, ഇനി മാഗ്നറ്റിക് ആൻഡ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ. നമുക്കറിയാം എല്ലാവരും മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ല, അല്ലേ? ഇപ്പോൾ നിങ്ങൾ മാഗ്നറ്റ് കൊണ്ടുപോയിട്ട് ഒരു ഇരുമ്പ് കഷ്ണത്തിന് അടുത്ത് വെച്ചാൽ അത് അട്രാക്ട് ചെയ്യും. അപ്പോൾ ആ ഇരുമ്പ് കഷ്ണം നമ്മൾ എന്ത് വിളിക്കും, അല്ലെങ്കിൽ അയൺ നമ്മൾ വിളിക്കും, ദാറ്റ് ഈസ് മാഗ്നറ്റിക് മെറ്റീരിയൽ. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ അടുത്ത് കൊണ്ടുവച്ചാലോ അത് അട്രാക്ട് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വിളിക്കും നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഓക്കെ, സോ അങ്ങനെ ചില തെറ്റിദ്ധാരണകൾ നമുക്ക് ഉണ്ടാകുന്ന നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഉണ്ട്, അത് ശ്രദ്ധിച്ചു പോകണം. കോപ്പർ, അലുമിനിയം, ലെഡ്, ബ്രാസ്. ഓക്കെ, ഇവരൊക്കെ മെറ്റൽസ് ആണ്. എല്ലാ മെറ്റൽസും മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ല. ഓക്കെ, നിങ്ങൾ വീട്ടിൽ പഴയ അലുമിനിയത്തിൻ്റെ ചെറിയ കോയിൻസ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ പാത്രം ഉണ്ടാവും, അതിനടുത്ത് കൊണ്ടുപോയിട്ട് മാഗ്നറ്റ് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് അട്രാക്ട് ചെയ്യില്ല. കാരണം അലുമിനിയം ഈസ് നോട്ട് മാഗ്നറ്റിക് മെറ്റീരിയൽ. ഓക്കെ, അലുമിനിയം ഈസ് എ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ. മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾസ് ആണ് അയൺ, നിക്കൽ, കൊബാൾട്ട്, സ്റ്റീൽ. ഓക്കെ, സോ അലുമിനിയം, കോപ്പർ, ഓക്കെ, ഗോൾഡ്, സിൽവർ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചിട്ട് പോവാം. ദേ ആർ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മാഗ്നറ്റിക് മെറ്റീരിയൽ? താഴെ പറയുന്നവയിൽ ഏതാണ് കാന്തിക വസ്തു അല്ലാത്തത്? സ്റ്റീല്, കോപ്പർ, നിക്കൽ, കൊബാൾട്ട്. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു കോപ്പർ, ചെമ്പ്, മലയാളത്തിലെ ചെമ്പ്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. മാഗ്നറ്റിസം, കാന്തികത, വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. USSന്റെ ക്വസ്റ്റ്യൻസ് വരുന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പോൾസിലാണ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതൽ, കാരണം അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണ് അടുത്തടുത്താണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ഫ്രം നോർത്ത്, നോർത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു, എൻസ് അറ്റ് സൗത്ത്, അല്ലെങ്കിൽ അത് സൗത്തിലാണ് എത്തിച്ചേരുക. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ട് പോവാം. പിന്നെയോ സ്ട്രെങ്ത് നമ്മൾ പറഞ്ഞു പോൾസിലാണ് കൂടുതൽ. പിന്നെ മാഗ്നറ്റിക് മെറ്റീരിയൽസ്, ഓക്കെ, മാഗ്നറ്റിക് മെറ്റീരിയൽസ്, നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് തമ്മിലുള്ള ഡിഫറൻസ്, ഒക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോവാം. പിന്നെ നോർത്തും റിപ്പൽ ചെയ്യും, സൗത്തും റിപ്പൽ ചെയ്യും, നോർത്തും സൗത്തും അട്രാക്ട് ചെയ്യും. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ എല്ലാവരും USSന് മാഗ്നറ്റിസത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ഫുൾ മാർക്ക് വാങ്ങാം. ഓൾ ദി ബെസ്റ്റ്.